നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ആപ്പിൾ ബനാന മിൽക്ക് ഷേക്കാണ്. നമ്മൾ ഈ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ അന്നത്തെ ഡേ പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഡയറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുടിക്കാൻ പറ്റിയൊരു മിൽക്ക് ഷേക്കാണ് കേട്ടോ. നല്ല ഫില്ലിങ്ങും ആയിരിക്കും, അതേസമയം ടേസ്റ്റിയുമായിരിക്കും. നമുക്ക് ടേസ്റ്റൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് ഡയറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നല്ല നല്ല റെസിപ്പീസ് ഉണ്ട്, നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, ഒരു 3 ടീസ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട. ഡയറ്റിലൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് കഴിക്കണം തോന്നി അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ആപ്പിൾ, ഒരു പഴം എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ വാനില എസൻസ് വേണം, ഒരു ഏലക്കായ, പിന്നെ നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ നമ്മൾക്ക് ഐസ് ക്യൂബ്സും വേണം. ഈ കറുവാപ്പട്ടയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചതച്ചത് വേണം. ഞാൻ ഈ ആപ്പിളും ബനാനയും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ കയ്യിലുള്ളതനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ആൽമണ്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മിൽക്ക് ഷേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് ഇടാം. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആവശ്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഏലക്കായ ചേർക്കാം. ഞാൻ അതിൻ്റെ പോഡ്സ് എടുക്കണില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറുവാപ്പട്ട പൊടിച്ചത് ചേർക്കാം. ഇപ്പം നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഈ ഐസ് ക്യൂബ്സും നിങ്ങൾക്ക് ഒരുപാട് തണുപ്പ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇടുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതിന് ഹോൾ ഫാറ്റ് മിൽക്കാണ് നല്ലത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് ഫാറ്റ് ഫ്രീ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ആപ്പിൾ ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു മേസൺ ജാറിലേക്കോ ഗ്ലാസ്സിലേക്കോ സെർവ് ചെയ്യാം. ഞാനിവിടെ ഒരു മേസൺ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇതിന് മേലെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നട്ട്സ് പൊടിച്ചതും ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത ബനാനയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ടൈമിൽ ഇത് ഒരെണ്ണം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫില്ലിംഗ് ആയിരിക്കും. എസ്പെഷ്യലി അമ്മമാർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പെട്ടെന്ന് ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് ഇതേപോലെ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഉച്ചവരെയുള്ള നമ്മുടെ കാര്യം കുശാലായി. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.